കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിച്ച് മുൻ മന്ത്രിയും എറണാകുളം UDF ചെയർമാനുമായ ഡൊമിനിക് പ്രസന്റേഷൻ തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപനത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയില്ലെന്നും പാർട്ടിയിൽ തിരുത്തൽ നടപടി വേണമെന്നും വിമർശനം. VM സുധീറിനോടുള്ള നേതൃത്വത്തിന്റെ സമീപനം ശരിയല്ലെന്നും ഡൊമിനിക് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായം തന്നെയാണ്. അതൊരു ഇൻക്ലൂസീവ് കമ്മിറ്റി അല്ലാതെ ആ കമ്മിറ്റി ലിസ്റ്റ് എടുത്ത് മനസ്സിലാക്കാൻ പറ്റും. അതായത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എല്ലാവരും അതിനകത്തുണ്ട്, AIC മെമ്പേഴ്സും മുഴുവൻ അതിനകത്തുണ്ട്, KPC എക്സിക്യൂട്ടീവും മുഴുവൻ അതിനകത്തുണ്ട്. നമ്മൾ ചിലരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ മറ്റെല്ലാവരും ഈ കമ്മിറ്റി വേണമെന്നുണ്ടോ? എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണ്ടേ? ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ആണെന്നറിയോ, ഞാനൊക്കെ എന്താണ് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നത്? നമ്മുടെയൊക്കെ ഒരു ഇന്നിങ്സ് കഴിഞ്ഞു, നമ്മുടെ എന്ന് കഴിഞ്ഞ ഫീലിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തുറന്ന് പറയണേ, ഇനി പാർട്ടിക്ക് ഞങ്ങളെയൊക്കെ ആവശ്യമില്ല എന്നാണെങ്കിൽ തുറന്ന് പറഞ്ഞാൽ മതി. ഈ പാർട്ടിയുടെ ഈ പോക്ക് ശരിയല്ല, അത് തിരുത്തലുണ്ടാവണം എന്നാഗ്രഹിക്കുന്നുണ്ട്, തുറന്ന് പറയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഒത്തിരി അഭിപ്രായമുള്ളവരുണ്ട്, ഈ പോക്ക് ശരി അഭിപ്രായമുള്ളവരുണ്ട്. അത് ഇപ്പം നിവൃത്തിയിലാ പുറത്ത് പറയുകയാണ്. കുറച്ച് പേർക്ക് മാത്രമാണ് ഇതിനകത്ത് സ്ഥാനമുള്ളതെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ശരി, എൻ്റെ അഭിപ്രായം തുറന്ന് നിവൃത്തിയില്ലാതെ പറയുകയാണ്. എന്നുവെച്ചാൽ കുറേ അധികം സഹിച്ചു പാർട്ടിക്കകത്തുനിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഈ തരത്തിലുള്ള മുറുമുറുപ്പുകൾ വരുന്നത് എന്നുള്ളതാണ്. ഇനി എറണാകുളം DCCയുമായുള്ള തർക്കത്തിൽ ഉമാ തോമസിനെ പിന്തുണച്ച് രംഗത്തെത്തുകയാണ് ഡൊമിനിക് പ്രസന്റേഷൻ. ഉമാ തോമസിന്റെ പരാതികളെല്ലാം വസ്തുതാപരമാണ്. വിഷയത്തിൽ KPCC ഇടപെടുന്നില്ലെന്നും എല്ലാ MLAമാരെയും നേതൃത്വം ഒരുപോലെ കാണണമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ വ്യക്തമാക്കി. എറണാകുളം DCC ബന്ധപ്പെട്ട ഇഷ്യൂസിൽ MLAക്ക് ഒത്തിരി ഗ്രീവൻസ് ഉണ്ട്. എൻ്റെ വിശ്വാസം അവർക്ക് അവരുടെ ഗ്രീവൻസ് ശരിയാണെന്നാണ്. MLAമാർക്കും MPമാർക്കുമാണ് ഇപ്പോൾ പാർട്ടിയിൽ സ്ഥാനമുള്ളത്. അതിനോട് യോജിക്കുക ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപോലെ കാണണ്ടേ? കുറച്ച് MLAമാർ പറഞ്ഞാൽ അത് ചെയ്യുക, വേറെ ചെയ്യില്ല. അപ്പോൾ അത് അവർക്ക് വലിയ വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടത് അവർ വളരെ അഗ്രീവ്ഡാണ്. അപ്പോൾ ഈ ഏകപക്ഷീയമായിട്ട് ആക്ഷൻ പോകുമ്പോഴേക്കാണ് റിസൻമെൻറ്റ് വരുന്നത്. മറിച്ച് എല്ലാവർക്കും നീതി കിട്ടുമെന്ന് ഫീലിംഗ് ഉണ്ടാവണ്ടേ? അതുണ്ടാവുന്നില്ല. അത് KPCC വലിയ ഇടപെടുന്നില്ല.